പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി കർത്താവെ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവെ, ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്? തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു നിർത്തി ഡിവേറ്റ്, പരിശുദ്ധാത്മാവ് ഡിവേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറൊരു സബ്ജക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡൊമിനിക്കിൻ്റെ സാക്ഷ്യം. അപ്പോൾ ഡൊമിനിക്കിന് നല്ല കാലത്ത് ഉടമ്പടിയെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ ആ സാക്ഷിയാണ് ആദ്യം കേൾക്കുന്നത്. ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതെന്ന്. പക്ഷെ ഞങ്ങൾ ഉടമ്പെടുക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ, വീട്ടിലിരുന്ന് തീരുമാനിച്ചു എന്തിനാ ഉടമ്പെടുക്കണമെന്ന്. അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ്
ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന്. അതാണ്. അപ്പം ഇവിടെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലത്. വീട്ടിലൊന്നുമില്ല, അമ്മയെ പോയി കുറച്ചുകൂടി കൊള്ളാവുന്ന സ്പിരിച്വൽ ലൈഫ് ചിട്ടയായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴാണ് ഈ ജീസസ് യൂത്ത് ഫുൾ ടൈമറായിട്ടുള്ള ആൾക്കാർ ഉടമ്പടിക്കാൻ തീരുമാനിക്കണത്. അവിടെ ലൈഫ് ഇത് ഓക്കെയാണ് ശരിക്കും. അപ്പം അവർക്ക് പക്ഷേ അവർ ഉടമ്പടി എന്നുള്ള ഈ സംഭവം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ ലൈഫ് കുറച്ചുകൂടി ചിട്ടയാകും. പിന്നെ മണ്ടേറ്ററി ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഓപ്ഷണലായും പേഴ്സണലുമായിട്ടല്ലാതെ മണ്ടേറ്ററി ആയിട്ട് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളാത്ത രീതിയിൽ നമ്മളെ ശരിക്കും ഉടമ്പടി ബൂസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടി വളരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണത് ഇവിടെ. പക്ഷേ ഇവർ ഭാര്യയും ഭർത്താവും കൊച്ചും കൂടി വന്ന് കൃപാസനത്തിനകത്ത് ചവിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ഇവർ ഐസായിപ്പോയി. അപ്പോൾ പറഞ്ഞിട്ട് ഇത് അമ്മ അന്ന് അച്ഛനോട് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പം ഞങ്ങളോട് പറയണമെന്ന്. ദൈവമേ, എന്ത് ദുരന്തമായിരിക്കും, എന്ത് ദുരന്തം വരെ അമ്മ ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ റോമിക എന്ന് പറയുന്ന മകളില്ലേ, അവളെന്നെന്തോ 10ാം ക്ലാസ്സിലെ മറ്റേ പഠിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണില്ല. ആ റോമിക അതിനെക്കുറിച്ച് റോമിക സാക്ഷ്യം പറയുന്നുണ്ട്. അവൾ ഉപയോഗിക്കുന്ന വാക്ക് ട്രോമറ്റൈസ്ഡ് എന്നാണ്. വെച്ച് കഴിഞ്ഞാൽ വാദം പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ട്രോമ ഇല്ല, ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാങ്കായി പോകും. ചില ആൾക്കാരുടെ ട്രോമ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ കണ്ണ് കൃഷ്ണമണിയൊക്കെ കാണാതിരിക്കും. ചിലപ്പോൾ കൃഷ്ണമണി ഉണ്ടാകും, കാഴ്ച ബ്ലോക്കാവും. അത് നമ്മുടെ തലച്ചോറില്ലേ, തലച്ചോറ് ഹൈപ്പർ ടെൻഷൻ അടിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് നമ്മളുടെ കോർണിയയിലേക്കുമുള്ള ഇതില്ലേ, നമ്മളുടെ ഞരമ്പില്ലേ, സൂക്ഷ്മമായ ഞരമ്പിലില്ലേ, അവിടെ ഒരിഷ്ടം ബ്ലോക്കായി പോകും. അപ്പോഴാണ് ഈ കണ്ണ് തുറന്നിരിക്കും, പക്ഷെ കാഴ്ച കാണത്തില്ല. ട്രോമയുടെ ഒരു ലക്ഷണമാണത്. ഞാനത് എൻ്റെ നോവലിന് വേണ്ടി പഠിച്ചതാണ്. ഞാൻ ആ ലാസ്റ്റ് ഗസ്റ്ററിന് നോവൽ എഴുതിയ കാലത്ത് അതിലൊരു ആളിന് ട്രോമ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മെഡിക്കൽ മേഖലകൾ പഠിച്ചതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയത്. നമ്മളിങ്ങനെ പഠിക്കും, പക്ഷേ നമുക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കും, പക്ഷെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ബ്ലാങ്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വന്ന് അവൾ പരീക്ഷ തോറ്റു. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ല, ഇത് കളിയല്ല, കാര്യമാണ്. മനസ്സിലായില്ല. ഏറ്റവും നല്ല റാങ്ക് വാങ്ങിച്ച് പഠിച്ച കൊച്ചാ അല്ല. പക്ഷേ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ കയറി. ചിലപ്പോൾ കോമ്പറ്റീഷൻസ് വരുമ്പോഴേ, കോമ്പറ്റീഷൻസ് ഇല്ലേ, മറ്റു കുട്ടികളുമായിട്ട് കോമ്പറ്റീഷൻ, എനിക്കുള്ളത് അത് റാങ്ക് മേടിക്കാനും IAS റാങ്കിനും ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഫീൽഡില്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഈ കോമ്പറ്റീഷനും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഷോക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാര്യം കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് കുട്ടിക്കാലങ്ങളെ കോമ്പറ്റീഷൻ ഒഴിവാക്കണം. ശരിയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ സായിപ്പന്മാർ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ അവരെന്ത് കാണിക്കുന്നു അത് നമ്മളിവിടെ കോപ്പി അടിക്കും. അതായത് അങ്ങനെയാണ് ചെയ്യണം. ഇപ്പോൾ സായിപ്പന്മാരുടെ കൂടത്തിൽ ആ പിള്ളേർക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. കാര്യം വഴക്കൊന്നും പറയാം, അവർ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്ക് വേണേൽ പോലീസിൽ വിളിച്ച് പറയാം, ഡാഡിനെയും കൊണ്ട് പോലീസ് പോകും. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വെള്ളക്കാരുടെ കുഞ്ഞുങ്ങളിങ്ങനെ അമൂൽ കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ വളരുകയാണ്. നാളെ കാലങ്ങളിൽ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. ഈ സൈക്കോളജിസ്റ്റുകൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ തിയററ്റിക്കലായിട്ട് ഈ വിഷയങ്ങൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അടി കൊടുത്ത് വളർത്തേണ്ട പട്ടി കൃത്യമായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത്? എന്താണ്? പ്രഭാഷകൻ 30:8 മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രനായാലും പുത്രിയായാലും തന്നിഷ്ടക്കാരനാകും. അവരാരും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ ഇവരുടെ ഫെഡറൽ റിപ്പോർട്ടല്ലേ, ഫെഡറലിസ്റ്റ് ഇവരെങ്ങനെ വെച്ചാൽ ഈ ബൈബിളൊക്കെ മാറ്റി വെച്ചല്ലേ, യൂറോപ്യൻസ് അങ്ങനെ ഒരു റാഷണലിസം കയറിയിട്ട് ബൈബിൾ മാറ്റി വെച്ച് ദൈവം അവിടെ നാട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പം നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വരും കേട്ടോ. നമ്മൾ കണ്ട സ്വപ്ന ഭൂമികളൊക്കെ ഇല്ലേ,
അത് ഞാൻ എല്ലാ രാജ്യങ്ങളിലും, രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, അത് ശരിയാകത്തില്ല. പലയിടത്തും നാഷണൽ ഹൈവേ നന്നാക്കിയിട്ടില്ല. സാമ്പത്തികമായി ശരിക്കും ഒരു പാപ്പരടിച്ച രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയാണ് നമ്മൾ കാണുന്നത്. പണ്ട് എന്ത് സ്മാർട്ടായിട്ട് കിടന്ന രാജ്യങ്ങളാണിത്. ഇവർ ദൈവത്തെ മാറ്റി നിർത്തി ഓരോരോ കാര്യം പറയുന്നതനുസരിച്ചിട്ട് ആ പ്രൊട്ടക്ഷൻ പോകത്തില്ലേ, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോകും. നിങ്ങൾക്കറിയാമല്ലോ, പല കാര്യങ്ങളും പ്രൊട്ടക്ഷനാണ് നിൽക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി കുലുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? മാറി താമസിക്കാൻ പറ്റുമായിരിക്കും ചില സമയത്ത്. നമുക്ക് ഒരു നേരത്തെ അറിവ് കിട്ടിയാൽ മാറി താമസിക്കാൻ പറ്റും. പക്ഷേ ഈ അറിവ് കിട്ടാത്ത രാജ്യങ്ങളിലും ആൾക്കാർ എന്തുമാത്രം മരിക്കുന്നു, അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒരു നിരാലംബര. അവിടെ ദൈവത്തിന് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഭൂമി വിലക്കുവാനും അങ്ങനെയാണ്. അപ്പം അമ്മ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ദുരന്തം ഉണ്ടാകാൻ പോലും കേട്ടോ, പ്രാർത്ഥിക്കണമെന്ന്. അവരെന്ത് ചെയ്തു? അവർ ടൈറ്റപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഈ ബ്ലാങ്ക് വന്നപ്പോഴേ രോമിക്കയ്ക്ക് ഈ ബ്ലാങ്ക് വന്നല്ലേ, അവർ കുലുങ്ങിയില്ല. കാര്യം എന്താ? അമ്മ കൃപാസനത്തിൽ പറഞ്ഞായിരുന്നു അതെന്താ, സീസൺ മാറാൻ പോകുന്നുണ്ടോ, സീസൺ മാറാൻ പോകുന്നു. അപ്പോൾ റോമിയുടെ അമ്മ പറഞ്ഞ്, റോമിയെ ഇനി നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇപ്പം ഞാനും അപ്പായും ഉടമ്പടിയിലാണ്, നീയും കൂടി ഉടമ്പടി എടുക്കണം. അപ്പോൾ റോമി അത് അനുസരിച്ചു. അതാണ് അവളുടെ വിജയം എന്ന് പറഞ്ഞത്. അവളനുസരിച്ച് അവളൊന്ന് ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ഉടമ്പടി തൈലം നെറ്റിക്ക് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ എല്ലാ രോഗവും മാറി. അവൾ ഓക്കെ ആയതല്ല, അവളുടെ പിന്നീടുത്ത പരീക്ഷയ്ക്കൊക്കെ 84% വരെ മാർക്ക് കിട്ടി. സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ നിർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരമപിതാവിനും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അനിത. ഇത് എൻ്റെ മകൾ അപർണ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. കൃപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായി കേൾക്കാനിടയായത് എൻ്റെ മകൻ പറഞ്ഞ ഒരു ട്രോളിലൂടെയാണ്. അടുത്ത വീട്ടിലെ ചേച്ചി തന്ന ഒരു ഫോണിൽ ഞാൻ ആദ്യമായിട്ട് അച്ഛന്മാരുടെ ടോക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ മോൻ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ ഇങ്ങനെ കുറേ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു, അതാ കൃപാസനത്തിലെ പത്രം ചമ്മന്തി അരച്ച് കഴിച്ച് ആരോ ആശുപത്രിയിലായി എന്നൊക്കെ വന്ന് പറഞ്ഞ് കളിയാക്കി എന്നെ. അങ്ങനെ ഞാൻ കൃപാസനം യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴാണ് ഇവിടുത്തെ സാക്ഷ്യം. മാവേലി എക്സ്പ്രസ്സിന് മുമ്പിൽ ഒരു കുട്ടി മരിക്കാൻ വേണ്ടി പോകുന്നതിനായിട്ട് കോഴിക്കോട് ഇരുന്നപ്പോൾ അവളുടെ അടുത്തേക്ക് ഒരു കൃപാസനവും പത്രവുമായി ആരോ വന്നു. അങ്ങനെ ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. അങ്ങനെ അച്ഛൻ്റെ ടോക്കുകളും എല്ലാ ആഴ്ചയിലെ ധ്യാനങ്ങളും എല്ലാം പതിവായി കൂടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഉടമ്പടിയിൽ വേണ്ടത് വിശ്വസ്തതയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും വിശ്വസ്തതയോടെ എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ ഉടമ്പടി എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കൃപാസനത്തിൽ വരുന്നവർ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തു നിന്നൊക്കെയുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പത്രം വാങ്ങിക്കൊണ്ട് തരണം. ഈ പത്രങ്ങളെല്ലാം എനിക്ക് ഒരു സങ്കോചമില്ലാതെ കൊടുക്കാൻ പറ്റുമെങ്കിൽ, ബാക്കി കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിലും മാത്രം ഞാൻ ഉടമ്പടി എടുത്താൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഒത്തിരിയേറെ പത്രങ്ങൾ വാങ്ങി പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. കാരുണ്യ പ്രവർത്തികൾ അടുത്തുള്ള 2-3 അനാഥാലയങ്ങളുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പം ഞാൻ അവിടെയെല്ലാം പോയി അവർക്ക് വേണ്ട സാധനങ്ങളും സോപ്പ്, ലോഷൻ, അങ്ങനെ തുണി, അവർക്ക് എന്താണോ ആവശ്യമെന്ന് ഓരോ പ്രാവശ്യവും പോകുമ്പം പറയുകയാണെങ്കിൽ അതെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വന്ന് 6/6/2023 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് 10-27 വർഷമായി മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ആ മൈഗ്രെയിൻ ഇപ്പോൾ 3 വർഷമായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് പ്രത്യേകിച്ച് ഉടമ്പടിയിൽ വെച്ചില്ലായിരുന്നു. ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ വെച്ചില്ലെങ്കിലും എനിക്ക് ആദ്യം മാറിക്കിട്ടിയത് എൻ്റെ മൈഗ്രെയിൻ ആയിരുന്നു. ആഴ്ചയിൽ 1 ദിവസം എന്നോണം ഞാൻ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനും ട്രിപ്പും ഇട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ശരീരം മുഴുക്കെ വെയിൽ കൊള്ളുമ്പം വല്ലാത്ത അലർജി ഉണ്ടായിരുന്നു എനിക്ക്. വെയിൽ കൊള്ളുമ്പോഴും കുറേ ഭക്ഷണപാനീയങ്ങൾ എനിക്ക് അലർജി ആയിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊറിയുകയും തലകറങ്ങി വീഴുകയും വളരെ ശ്വാസം മുട്ടലുണ്ടാകുകയും
മൈഗ്രെയിൻ കൂടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 10-30 വർഷത്തോളം ഞാൻ വളരെ കഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അതെനിക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് സാക്ഷ്യം പറയാൻ വൈകിയത് കൊണ്ടായിരിക്കും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്ക് ചെറുതായിട്ടൊരു തലവേദന വന്ന് ഞാൻ ഒരിക്കലും ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് എനിക്ക് ഉപ്പ്, തേന്, തൈലം ഇതെല്ലാം ഉപയോഗിച്ചാണ് എനിക്ക് ഈ മൈഗ്രെയിനും എൻ്റെ ശരീരത്തിലെ ചൊറിച്ചിലെല്ലാം മാറിക്കിട്ടിയത്. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ഭാഗം എങ്ങനെയുണ്ട്. അപ്പം ഈ സാക്ഷ്യം പറയുന്നതിന് ശേഷം അതും കൂടെ മാറിക്കിട്ടുമെന്ന് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. 30 വർഷത്തോളം ആയിട്ടുള്ള അലർജിയാണ്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തുടങ്ങി കുറേ ഹോസ്പിറ്റലുകളിൽ പോയി ഈ അലർജിക്കും മൈഗ്രെയിനും വേണ്ടി. അവസാനം ശ്രീചിത്രയിൽ വരെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശ്രീചിത്രയിലെ ട്രീറ്റ്മെൻറ്റിൽ പെട്ടെന്ന് ഞാനൊരു നോർമൽ ബോഡിയുള്ള ആളായിരുന്നു. അപ്പം 6 മാസം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വണ്ണം വയ്ക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് ഞാൻ അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, എനിക്കിത് കഴിക്കുമ്പം വല്ലാതെ ശ്വാസം മുട്ടുകയും വണ്ണം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ അത് നിർത്തി. പിന്നീട് ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ചാണ് എനിക്ക് ഇതെല്ലാം മാറിക്കിട്ടിയത്. ഇതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അലർജി ആയിരുന്നപ്പോൾ ഞാൻ ഐസ്ക്രീം, തൈര് ഇതൊന്നും ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. നാരങ്ങ ജ്യൂസുകൾ, ചില പഴവർഗ്ഗങ്ങൾ, പൊടി, വെയിൽ, സുഗന്ധങ്ങളായാലും സ്പ്രേ, പൗഡർ ഒന്നും തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് എൻ്റെ മകൾ അപർണ, 3ാമത്തെ സാക്ഷ്യം. എൻ്റെ മകൾ അപർണയ്ക്ക് BSc നേഴ്സിംഗ് അവൾക്ക് നേഴ്സിംഗ് പഠിക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു. ഇവളുടെ അച്ഛൻ വളരെ അസുഖമായിട്ട് 14 വർഷത്തോളം കിടപ്പിലായിരുന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞങ്ങൾ മാസങ്ങളോളം ആശുപത്രികളിലായിരിക്കും. അപ്പം ആശുപത്രികളിലൂടെ നടന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ 2 മക്കളിൽ ആരെങ്കിലും ഒരാൾ മെഡിക്കൽ പരമായി എന്തെങ്കിലും പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ അവൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിരുന്നു ഇഷ്ടം. എങ്കിലും ഞാൻ ഒത്തിരിയേറെ നിർബന്ധിച്ച് അവളോട് പറഞ്ഞു, മോളെ നീ നേഴ്സിങ്ങിനെങ്കിലും കൊടുക്കുക. അവൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി, അവിടെ പോയി ചേരുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും BSc നേഴ്സിങ്ങിനും ഇട്ടിരുന്നു. അപ്പം നേഴ്സിങ്ങിന് കോട്ടയം തലയോലപ്പറമ്പിലായിരുന്നു അവൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. 1-ാം വർഷം അവൾ തന്നെ പഠിച്ച് എങ്ങനെയൊക്കെയോ പാസ്സായി. 2-ാം വർഷം തുടങ്ങി അവൾ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, ഞാൻ എന്തായാലും ജയിക്കില്ല, ഞാൻ തോറ്റുപോകും, വളരെ ബുദ്ധിമുട്ടാണ് അമ്മേ പഠിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എപ്പോഴും അവൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഉടമ്പടി വന്ന് നേർച്ച വസ്തുക്കളെല്ലാം അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമായിരുന്നു. ചെറിയ കാശുരൂപവും തൈലവും ഉപ്പും തേനും എല്ലാം കൊടുക്കുമായിരുന്നു. അതെല്ലാം ഉപയോഗിച്ച് ഞാൻ അവളുടെ കോളേജിൽ പോകുമ്പം അവിടുത്തെ കുട്ടികൾക്കെല്ലാം പത്രം കൊടുക്കുകയും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും മോൾക്ക് ഉപ്പ് ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്തു. അതിലൂടെ അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ അവൾ 4-ാം വർഷവും പാസ്സായി. അവൾ ജോലി ചെയ്യുകയായിരുന്നു. ജോലിയും ചെയ്ത് ഇപ്പോൾ MScക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ പേര് അപർണ. എനിക്ക് BSc നഴ്സിംഗ് ഇഷ്ടമല്ലാതെയാണ് ഞാൻ പഠിക്കാൻ പോയത്. ആദ്യത്തെ വർഷം ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. കഷ്ടപ്പെട്ടു, എങ്ങനെയൊക്കെ പഠിച്ചു, ജയിച്ചു. 2ാമത്തെ വർഷം തുടങ്ങി എനിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് പോരണം എന്നായിരുന്നു. പിന്നെ ഒത്തിരി കഷ്ടപ്പാട് സമയത്തായിരുന്നു അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ അമ്മയുടെ ഉടമ്പടി കാശുരൂപം അതൊക്കെ വെച്ചിട്ട് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത്. പിന്നീട് അവിടുത്തെ ഉടമ്പടി തൈലമൊക്കെ തരുമായിരുന്നു. ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ഉടമ്പടി കാശുരൂപം എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ തൈലമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അതിലൂടെ 1 വർഷം പോലും എനിക്ക് സപ്ലി ഇല്ലാതെ എല്ലാ വർഷവും ഞാൻ എല്ലാ എക്സാംസിനും പാസ്സായി. BSc നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന് എൻ്റെ എല്ലാ അനുഭവങ്ങളും, എൻ്റെ നാട്ടിൽ ഏകദേശം എന്നെ അറിയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം ഞാൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിടുന്ന വീടിന് ചുറ്റും എൻ്റെ പരിസര പ്രദേശത്ത് എവിടെയായാലും ഞാൻ അന്യസംസ്ഥാനത്തിൽ പോകുമ്പോൾ പോലും അവിടെയുള്ള പത്രം വരെ മേടിച്ചുകൊണ്ട് പോയി ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു തന്നെ ചെയ്യും. എല്ലാവരും എന്നെ പരിഹസിക്കുകയും എപ്പോഴും കൃപാസന മാതാവിൻ്റെ ആളെന്ന് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
പക്ഷേ ഞാനതൊന്നും എപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനതെല്ലാം മാതാവിനോട് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും അത് നിർത്തിയിട്ടില്ല. ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ കപ്പേളകളിലൊക്കെ കിടക്കുന്ന പത്രങ്ങളെല്ലാം ആൾക്കാർ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കും. ഞാനതെല്ലാം പോയി, ഞാനും എൻ്റെ ഒരു അനിയത്തിയുടെ മോളുണ്ട്, അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൾ ഞാനും കൂടെ പോയി. മോളെപ്പോഴും എൻ്റെ അടുത്തില്ല, അവൾ കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവളില്ലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയുടെ മോളും കൂടെ എപ്പോഴും ഈ പത്രങ്ങളെല്ലാം പെറുക്കി ഓരോ സ്ഥലങ്ങളിലും നടന്ന് ഓരോ വീടുകളിലായിട്ട് കൊടുക്കും. എപ്പോഴും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഞാൻ മാത്രം ജോലി ചെയ്താണ് എൻ്റെ വീട് കഴിഞ്ഞു പോകുന്നത്. ഞാൻ തയ്യൽ പഠിപ്പിക്കുകയാണ്, കുറച്ച് വീട്ടിലിരുന്ന് തയ്ക്കുകയും ചെയ്യും. അപ്പം ഞാനൊരു കോൺവെൻറ്റിൽ തയ്യൽ പഠിപ്പിക്കുന്നു. അപ്പം അത് എൻ്റെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഓഹരിയും ഞാൻ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓരോരുത്തർക്കും എന്താവശ്യമെന്ന് പറയുന്നതോ, ഞാൻ പോകുന്ന വഴിക്ക് ആഹാരമായിരിക്കും, എന്തെങ്കിലും വസ്ത്രമായിരിക്കും, അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഒത്തിരി പേരെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് തന്നെ ഞാൻ മറ്റുള്ളവരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് എൻ്റെ അയൽ വീട്ടിലുള്ള ഒത്തിരി പേർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ ഓരോരുത്തരായിട്ട് വന്ന് സാക്ഷ്യം പറയും. എല്ലാ മാസം എന്നോണം ഞാൻ ഒത്തിരിയേറെ പേരെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നതല്ല, മാതാവ് അവരുടെ കൂടെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് പറയും, മാതാവേ ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം കൈകളിൽ എത്തണമേ. ഞാൻ എങ്ങനെയാണോ ഈശോയെ മാതാവിനെ അറിഞ്ഞത് അതുപോലെ അവർക്കും സ്വന്തമായിട്ട് വരാൻ തോന്നുവാണെങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടുവരാറുള്ളൂ. ഇങ്ങോട്ട് നിർബന്ധമായിട്ടൊന്നും ഞാൻ എങ്ങനെ പറഞ്ഞു കൊണ്ടുവരാറില്ല. കാരണം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണ്, നിങ്ങൾ ചെന്നാൽ എന്തായാലും നിങ്ങൾക്കൊരു കൃപ കിട്ടാതിരിക്കുകയില്ല. മാതാവ് ഈശോയിൽ നിന്ന് നിങ്ങൾക്ക് കൃപ തീർച്ചയായിട്ടും വാങ്ങിത്തരും, നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും കൂട്ടായിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ സ്വന്തം അമ്മയെപ്പോലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരോടും ഞാൻ പറയും. ഞാൻ യാത്രാവേളകളിൽ കാണുന്ന ആൾക്കാരോട് എല്ലാവരോടും സംസാരിക്കും. പലരും പരിഹസിക്കാറുണ്ട്, മുസ്ലിം സഹോദരങ്ങളായാലും അവരൊക്കെ പത്രം കൈനീട്ടി വാങ്ങാറുമുണ്ട്. അവരൊന്നും പുച്ഛിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നോട് വഴക്ക് പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ താമസിക്കുന്നത് ക്രിസ്ത്യൻസ് ഒത്തിരിയേറെ ഉള്ള സ്ഥലങ്ങളിലാണ്. അവർക്കില്ലാത്ത വിശ്വാസമാണോ എനിക്കെന്ന് ചോദിച്ച് എന്നോട് വല്ലാതെ ചിലപ്പോഴൊക്കെ പരിഹസിക്കാറുണ്ട്, ചില വീടുകളിലൊക്കെ പത്രം കൊടുക്കാനായിട്ട് പോകുമ്പം. അതുകൂടാതെ ഒത്തിരി പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുമ്പം ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പം വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു എനിക്ക് ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ എവിടെയും മുല്ലയൊന്നും കാണുന്നില്ലല്ലോ, ഇത്രയും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരാനായിട്ട് എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അന്ന് ഉടമ്പടി എടുത്തില്ല. അതിനുശേഷം ഞാൻ പിന്നെയാണ് വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോഴും എനിക്ക് ആ ഉടമ്പടി എടുക്കാനായിട്ട് ഉടമ്പടി ഹാളിലേക്ക് ചെന്നപ്പോൾ ഞാൻ അവിടെയൊന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് മുല്ലപ്പൂവൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ അവിടെയും എനിക്ക് ഒത്തിരി നല്ലൊരു സുഗന്ധം കിട്ടി. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ തന്നെ, അവിടെ മുല്ലപ്പൂവൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ മുല്ലപ്പൂവൊന്നുമില്ല, അല്ലാത്ത പൂക്കളുണ്ട്, മണം അങ്ങനെയുള്ള പൂക്കളല്ലായിരുന്നു. ഞാൻ എല്ലായിടത്തും പോയി നോക്കി. എനിക്ക് 2-3 പ്രാവശ്യം വീട്ടിൽ വെച്ചും സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ രൂപവും മാതാവിൻ്റെ രൂപവും റോസാപ്പൂവിൻ്റെ രൂപവും എല്ലാം ഇതിൽ തിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തെ ഇത്രയേറെ എപ്പോഴും അമ്മയുടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണമെന്നും അവസാനം വരെ ഞാൻ ഉടമ്പടിയിൽ അധികം ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഒന്നും ചോദിക്കാറില്ല. അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അതെൻ്റെ ജീവിതത്തിൽ നടത്തി തരണമേ. എൻ്റെ വിശ്വാസത്തെ മറ്റാരും പറിച്ചുകൊണ്ട് പോകാത്ത വിധം എന്നെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ഈ വിശ്വാസം ഉണ്ടാകണമേ എന്ന് മാത്രമാണ്, അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. കർത്താവിനോട് മറ്റുള്ളവരെ ഈ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹവും മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്.
കണ്ണീരോടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പി നമ്മെ ആശ്വസിപ്പിച്ച് വിടുന്ന ഒരു അമ്മയുടെ വാത്സല്യവും കരുണയുമാണ് നാം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മെ നീരൊഴുക്കുകളിലേക്ക് നയിക്കുന്ന ഒരമ്മ ഈശോയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് കൃപാസനം അമ്മ നമ്മെ നയിക്കുന്നത്. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല എന്നാണ് വചനം പറയുന്നത്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും നമ്മുടെ ആ വഴികൾ സുഗമമാക്കി തരുന്ന, നമ്മളെ കാലിടറാതെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഉടമ്പടിയിലൂടെ ആ സുഗമമാക്കുന്ന ആ ദൈവത്തിലേക്കാണ് നാം ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അനിറ്റ എന്ന സഹോദരിയും മകൾ അപർണയും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് മകതനെയാണ്. ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിച്ച ആ അനുഗ്രഹങ്ങളെപ്പറ്റി 25 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു മൈഗ്രെയിൻ ഹെഡേക്കായിരുന്നു. ആ രോഗം വന്ന് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോയി, മിക്കപ്പോഴും പല ആഴ്ചകളിലും ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. പക്ഷെങ്കിൽ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വന്നപ്പോഴാണ് ആ രോഗസൗഖ്യം ലഭിച്ചത്. ആ സഹോദരി പറയുകയുണ്ടായി, ആദ്യം പരിശുദ്ധ അമ്മയെ പറ്റി കേട്ടത് ഒരു പത്രത്തിൽ കൂടിയാണ്. പത്രം കിട്ടി, അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു. പക്ഷെങ്കിൽ മകൻ ഒരു ട്രോളാണ് തന്നത്, അതും കൃപാസനത്തിനെതിരായിട്ട് പത്രത്തെപ്പറ്റി ഇഷ്യൂയായിട്ട് ആരോ എവിടെയോ ചെയ്ത ഒരു ട്രോളാണ് മകൻ കൊടുത്തത്. പക്ഷേ ആ ട്രോൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നീട് അതിൻ്റെ മറുപടിയായിട്ട് അമ്മ മാതാവ് തന്നെയാണ് ഈ സഹോദരിയെ വേറൊരു സാക്ഷ്യം കൽപ്പിച്ചത്. അതായത് നമ്മളെല്ലാവരും കേട്ട് കാണും, ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു ചേച്ചി മരിക്കാനായിട്ട് ഒരു ട്രെയിൻ വരാനായിട്ട്, ആ ട്രെയിനിൻ്റെ പേര് ട്രെയിനിൻ്റെ പേര് മാവേലി എക്സ്പ്രസ് വരാനായിട്ട് കാത്തിരിക്കുകയും അവിടെ ഒരു കൃപാസന പത്രം കിട്ടുകയും പിന്നീട് ആ ചേച്ചി ഇവിടെ വന്ന് കൃപാസന ഉടമ്പടി എടുത്ത് അതിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ മാറ്റത്തെപ്പറ്റി ഒരു ഉടമ്പടി സാക്ഷ്യമാണ് ഈ സഹോദരിക്ക് കിട്ടിയത്. പിന്നീട് പെട്ടെന്ന് തന്നെ അത് അമ്മയുടെ ഒരു ഇടപെടൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മകൻ ട്രോൾ കൊടുക്കുകയും മാതാവ് ഈ സാക്ഷ്യം കൽപ്പിക്കുകയും കൂടിയാണ്. അവിടെ തന്നെ ആദ്യത്തെ ഒരു അമ്മയുടെ ഇടപെടൽ മനസ്സിലായി. പിന്നീട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി ഇവിടെ വന്നെടുക്കാൻ സാധിക്കുകയും അത് വീട്ടിൽ പോലും പറയാതെ വന്ന് ഉടമ്പടി എടുത്തത് അക്രൈസ്തവ മക്കളാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. 25 വർഷത്തിൻ്റെ നടക്കാതിരുന്ന കാര്യമാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. പല മരുന്ന് ഉപയോഗിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരു ഫലമുണ്ടായില്ല. നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലവും കാശുരൂപവും ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. അതുപോലെ തന്നെയാണ് 30 വർഷം ഉണ്ടായിരുന്ന അലർജിയാണ്. തൈരോ മാംസഭക്ഷണങ്ങളോ എന്ത് കഴിച്ചാലും ശരീരം മുഴുവനും ഒരു തടിപ്പും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അലർജി. അത് 30 വർഷം നീണ്ടു നിന്നു. അവിടെയും ഉടമ്പടി എടുത്ത ഉടനെ അത് കാണിക്കുവാനായിട്ടാണ് ഒരു ചെറിയ ഒരു മാർക്ക് കാണിച്ചത്. അങ്ങനത്തെ ഒരു അലർജി ശരീരം മുഴുവൻ ഉണ്ടായിരുന്നു. അത് ഉപ്പ് വെള്ളത്തിൽ വെള്ളം ഒഴുകി വരുന്ന ഒരു അലർജി ആയിരുന്നു. അത് ഉപ്പ് വെള്ളത്തിൽ കലർത്തി അത് വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചു. പിന്നെ ആ ഉപ്പിട്ടാണ് കുളിച്ചത്. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് പൂർണ്ണ സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പിന്നീട് മകൾ അപർണയുടെ കാര്യമാണ്. BSc പഠിക്കുവാനായിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. മകൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു, നല്ല ഭയമുണ്ടായിരുന്നു. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടലിലൂടെ തന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഈശോയുടെ ഗ്രേസ്, ഈശോയുടെ കൃപയുണ്ട് നമ്മുടെ കൂടെ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ ഈ മകൾക്ക് BSc എക്സാം പാസ്സാകാൻ സാധിക്കുകയും ഇപ്പോൾ MScക്ക് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടി മുന്നോട്ട് പോവുകയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ നമ്മുടെ ഒരു വലിയ ഇടപെടലാണ്, സാന്നിധ്യമാണ്. പക്ഷേങ്കിൽ ഈ ചേച്ചി ആദ്യം ചെയ്തത് ഉടമ്പടി വിശ്വാസത്തിലുപരി വിശ്വസ്തതയായിരിക്കണം എന്നുള്ളൊരു മനസ്സിലൊരു ഉണർവാണ്, ഒരു പ്രചോദനമാണ് മനസ്സിലായത്. എനിക്ക് വിശ്വസ്തതയോടെ ഉടമ്പടി പാലിക്കാൻ സാധിക്കുമോ എന്ന്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പത്രങ്ങൾ മേടിച്ചു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു, കാരുണ്യ പ്രവർത്തികൾ ചെയ്തു. യെസ്, എനിക്കിത് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്, ആ വിശ്വാസത്തോടു കൂടിയാണ് സഹോദരി അനിറ്റ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുന്നത്.
അതുകൊണ്ട് തന്നെ അവൻ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കും. തീർച്ചയായിട്ടും ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്നാണ് ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നത്. പിന്നീട് പറഞ്ഞത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യമാണ്. സുഗന്ധാഭിഷേകത്തിലൂടെയും തിരിയിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മ തന്നെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പൂവിൻ്റെ രൂപത്തിലും ഹാർട്ടിൻ്റെ രൂപത്തിലും അച്ഛനെ സ്വപ്നം കാണുവാനൊക്കെ സാധിച്ചതൊക്കെ അത് ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് ഇതൊക്കെ നമുക്ക് സാധിക്കുന്നത്. അവിടെയും ഒരു വലിയ കൃപയായിട്ട് തിരിയിലും സുഗന്ധാഭിഷേകത്തിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അമ്മ കൂടിയുണ്ടെന്നുള്ളൊരു സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസവും വിശ്വസ്തതയും ഉള്ളപ്പോഴാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത് പോലെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിലും വിശ്വാസത്തിലുപരി വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രാർത്ഥിച്ചതെല്ലാം ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് സാക്ഷ്യം പൂർത്തിയാക്കുന്നതും എൻ്റെ ഈ ഉടമ്പടി ജീവിതം നിത്യതയിൽ വരെ എത്തിക്കണമെന്നും അമ്മ കൂടെ ഉണ്ടായിരിക്കണമെന്നും മറ്റുള്ളവരെയും കൂടി അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ എന്നുമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നതും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതുമെല്ലാം. ബൈബിള് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുമെന്നും അമ്മയുടെ ഇഷ്ടം നടത്തി എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മാനുഷികമായിട്ടുള്ള വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ നമ്മൾ വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധമാണ്, പിന്നീട് ആത്മീയമായ ഒരു പേഴ്സണൽ ഒരു റിലേഷൻഷിപ്പാണ്, ഒരു വ്യക്തിബന്ധമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നിത്യതയെ പറ്റി ചിന്തിക്കുകയും ആരെന്തൊക്കെ പറഞ്ഞാലും ഒന്നും മൈൻഡ് ചെയ്യില്ല. കാരണം ഞാൻ ആർക്കു വേണ്ടി പത്രം കൊടുക്കുന്നു എന്നുള്ള വിചാരം. അക്രൈസ്തവയായ ഈ മകൾ പറഞ്ഞത് മറ്റ് അക്രൈസ്തവരായ മക്കൾ സന്തോഷത്തോടെ കൃപാസനം പത്രം സ്വീകരിക്കും. അത് സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. മറ്റുള്ളവർ വേറൊരു രീതിയിലുള്ള ഒരു റിയാക്ഷനാണെന്നും ഒക്കെ അതൊക്കെ പറയുമ്പോഴും ഒരു പരിഭവമില്ല. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരും കൂടെ ആ ദൈവത്തെ അറിഞ്ഞ് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന വിശ്വാസത്തോടു കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ആ ദൈവസ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ ദൈവം എങ്ങനെ ഇവരെ അനുഗ്രഹിക്കാതിരിക്കും? നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മുടെ യാത്ര സുഗമമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാം. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമാക്കും, അവർക്ക് കാലിടറാതെയുള്ള ആ സുഗമമായ ജീവിതയാത്രയിലേക്ക് ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാം. പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അനിതയ്ക്കും അപർണയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച്